പോലീസ് സംരക്ഷണത്തിലുള്ള ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി സെമിത്തേരിയിൽ വിമത വിഭാഗം അതിക്രമിച്ചു കയറിയതായി പരാതി. പൂട്ടിയിട്ട പള്ളിയുടെ പ്രധാന ഗേറ്റും സെമിത്തേരിയിലേക്കുള്ള മറ്റ് 4 ഗേറ്റുകളും തകർത്താണ് വിമത വിഭാഗം സെമിത്തേരിയിൽ പ്രവേശിച്ചത്. ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടവക വികാരി ഫാദർ മാത്യു ജേക്കബ് പുതുശ്ശേരിയും പള്ളി കമ്മിറ്റിയും ചാലിശ്ശേരി പോലീസ് SHOയ്ക്കും ഡിവൈഎസ്പി, SP, DGP, കളക്ടർ എന്നിവർക്ക് പരാതി നൽകി. പെസഹ വ്യാഴാഴ്ച പുലർച്ചെ ആരാധനയ്ക്ക് ശേഷം പൂട്ടിപ്പോയ ഗേറ്റുകളാണ് തിരിച്ചെത്തിയപ്പോൾ തകർത്ത നിലയിൽ കണ്ടതെന്ന് വികാരി ഫാദർ മാത്യു ജേക്കബ് പറഞ്ഞു. പോലീസ് സംരക്ഷണമുള്ള ദേവാലയത്തിൽ പട്ടാമ്പി തഹസിൽദാരുടെയും പോലീസിന്റെയും സാന്നിധ്യത്തിലാണ് അതിക്രമം നടന്നതെന്ന് ദൃക്സാക്ഷികളായ ഇടവകാംഗങ്ങളും പറഞ്ഞു. നിലവിൽ സെമിത്തേരി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി മുനിസിഫ് കോടതിയിൽ സിവിൽ കേസും കേരള ഹൈക്കോടതിയുടെ നിരോധന ഉത്തരവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സബ് കളക്ടറുടെ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ എന്നീ ദിവസങ്ങളിൽ വിമത വിഭാഗക്കാർക്ക് സെമിത്തേരിയിൽ പ്രവേശനാനുമതി നൽകണം എന്ന പുതിയ ഉത്തരവ് അംഗീകരിക്കാനാകില്ലെന്ന് വികാരി ഫാദർ മാത്യു ജേക്കബ് പുതുശ്ശേരി പറഞ്ഞു. നീണ്ട 23 വർഷം സിവിൽ കോടതികളിൽ കൂടെ പരിഹരിക്കപ്പെട്ട വിഷയം ക്രമസമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ പള്ളിയിൽ ആരാധനയ്ക്ക് വരുന്ന ആളുകളെ ഭയപ്പെടുത്തുന്നതും വീണ്ടും പ്രശ്നം തീരാതെ നീട്ടിക്കൊണ്ടു പോകുന്നതിലും എന്നെ സംബന്ധിച്ചിടത്തോളവും ഇടവകയെ സംബന്ധിച്ചിടത്തോളം സഭയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വേദനയുണ്ട്. ഇത്തരത്തിൽ അക്രമം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ വന്ന് അതിക്രമിച്ച് ഇത്തരം പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളവരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ആയതുകൊണ്ട് അവരുടെ പേരിൽ സത്വര നടപടികൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ചാലിശ്ശേരി ബഹുമാനപ്പെട്ട SHO അതിൻ്റെ മുകളിലുള്ള അവർക്കൊക്കെ ഞങ്ങൾ പരാതിയുടെ കോപ്പി അയച്ചു കൊടുക്കുന്നുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നുകൂടെ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്.